കോഴിക്കോട് അതിരൂപതയുടെ നേതൃത്വത്തിൽ ഫെലിക്സ് നത്താലിസ് മെഗാ ക്രിസ്മസ് ഘോഷയാത്ര അല്പസമയത്തിനകം ആരംഭിക്കും. സിറ്റി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ബീച്ച് ഫ്രീഡം സ്ക്വയറിലാണ് സമാപിക്കുക. മിഥില ബാലൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കോഴിക്കോട്ട് നിന്ന് മിഥില, വർണ്ണാഭമായ കാഴ്ചകളാണ് ഘോഷയാത്രയിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ് മിഥില ബാലൻ? കോഴിക്കോട് അതിരൂപതയുടെ നേതൃത്വത്തിൽ ഫെലിക്സ് നത്താലിസ് മെഗാ ക്രിസ്മസ് ഘോഷയാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സിറ്റി സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ ഒരുപാട് പേർ അണിനിരക്കുന്നുണ്ട്. ഒരുപാട് ദൃശ്യവിസ്മയങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, വാദ്യമേളങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ആഘോഷം അതിൻ്റെ ആരംഭത്തിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. ഈ സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര അത് ബീച്ച് ഫ്രീഡം സ്ക്വയറിലാണ് സമാപിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മിഥില ബാലനുമായി ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അല്പസമയത്തിനകം മിഥിലയിലേക്ക് എത്താം എന്നാണ് കരുതുന്നത്. മിഥില ബാലൻ ചേരുന്നുണ്ട്. മിഥില, വിവരങ്ങൾ എങ്ങനെയാണ് മിഥില? കോഴിക്കോട് അതിരൂപതയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ മഹാഘോഷയാത്ര. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആയിരക്കണക്കിന് പാപ്പമാർ ഈ ഒരു മഹാഘോഷയാത്രയുടെ ഭാഗമാണ്. ഇപ്പോൾ വർഗീസ് ചക്കാലക്കൽ പിതാവ് എനിക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം. പിതാവ്, ക്രിസ്മസിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത്. എന്താണ് നമ്മൾ ഈ ഘോഷയാത്ര കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മഹാഘോഷയാത്രയാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു മഹാസന്തോഷത്തിൻ്റെ ഒരു സംഭവമാണ്. ആ സന്തോഷം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഇവിടെ കേരളത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. അതൊരു നല്ല കാര്യമല്ലേ? അപ്പം ഇന്നിപ്പോൾ ഇങ്ങനെ പോകുന്നത് വഴി ക്രിസ്മസിൻ്റെ ഒരു ചൈതന്യം ഒന്ന് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ അതുവഴി എല്ലാവരിലും സമാധാനവും സന്തോഷവും ആനന്ദവും പങ്കുവയ്ക്കലും എല്ലാം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക. അത്രേ ഉള്ളൂ. തീർച്ചയായും രഞ്ജിത്ത്, നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആയിരക്കണക്കിന് പാപ്പമാരാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ പാപ്പമാരുടെ വേഷം ധരിച്ചാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. മാലാഖമാരുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അല്പസമയം മുമ്പാണ് ഈ ഒരു ഘോഷയാത്ര ആരംഭിച്ചത്. വൈകിട്ട് 7 മണിക്ക് കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിലാണ് ഇത് സമാപിക്കുക. ഇപ്പോൾ വർഗീസ് ചക്കാലക്കൽ പിതാവ് ഈ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷനാവും. ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രി മുഹമ്മദ് റിയാസാണ്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ആട്ടവും പാട്ടും നൃത്തവും ഒക്കെയാണ്. നമുക്കറിയാം, പിതാക്കന്മാരെല്ലാം തന്നെ ഇത്തരത്തിൽ നൃത്തം ചെയ്യുന്ന കാഴ്ച. വലിയ വലിയ മാലാഖമാരുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ക്രിസ്മസിന്റെ ഒരു സന്ദേശം അത് എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കോഴിക്കോട് അതിരൂപതയുടെ നേതൃത്വത്തിൽ ഫെലിക്സ് നത്താലിസ് എന്ന മെഗാ ക്രിസ്മസ് ഘോഷയാത്ര ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, കോഴിക്കോട് അതിരൂപതയുടെ നേതൃത്വത്തിൽ ഫെലിക്സ് നത്താലിസ് മെഗാ ക്രിസ്മസ് ഘോഷയാത്രയ്ക്ക് തുടക്കമായിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങൾ, പ്രതികരണങ്ങളൊക്കെ പങ്കുവയ്ക്കുകയായിരുന്നു മിഥില ബാലൻ കോഴിക്കോട്ട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.